ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നക്കിളി. എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും കൊടുത്തുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പറയട്ടെ. പറയണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വെജിറ്റബിൾ ഇട്ട മുട്ടക്കറിയാണ്. അതായത് എന്താ പറയാ, ചൊരങ്ങ എന്താ പറയാ, ഇതിന് ബോട്ടൽ ഗാർഡ് അങ്ങനെയും പറയാ. പിന്നെ ചൊരങ്ങ, പിന്നെ വേറെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. പിന്നെ കന്നഡത്തിന് പറയാ സോരേക്കായി. ചൊരങ്ങാന്ന് മാത്രല്ല ചൊരങ്ങിന്നും പറയുന്നതിന്. അങ്ങനെ നിങ്ങൾ ചൊരങ്ങാക്കണ്ട കേട്ടാ. അപ്പൊ അതിന്റെ കൂടെ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണമല്ല, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ചൊരങ്ങ ഇങ്ങനെ തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുറിച്ച് വെച്ചതാണ്. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് മുളകും മല്ലിയും കൂടി അരച്ചത്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിയില, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കണ്ടോ, തക്കാളി, സവോള, തക്കാളി, സവോള, മല്ലിയും മുളകും മഞ്ഞളും അരച്ചത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ചത്, പിന്നെ മല്ലിയില, കുരുമുളക്, ഗരം മസാല, പിന്നെ മുട്ടയുടെ വെള്ള വേറെ മഞ്ഞ വേറെ ആക്കി വെക്കുക. ഇത് മഞ്ഞ ലാസ്റ്റ് ആണ്. മുട്ട തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇടാം. അപ്പം മുട്ടയുടെ വെള്ള വേറെ സെപ്പറേറ്റ് വെക്കുക. പിന്നെ ഉപ്പ്, എണ്ണ. അപ്പൊ നമുക്ക് സ്റ്റൗ എത്തിച്ചിട്ടുണ്ട്, ചട്ടി ചൂടാട്ടെ. ഇത് വേറൊന്നല്ല, മഞ്ഞ വേറെയൊക്കെ എന്താ പറയാ, നമ്മള് മുട്ട മാത്രമായിട്ട് വെക്കണമെങ്കിൽ കുഴപ്പമില്ല. നന്നായി ലാസ്റ്റ് ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിട്ടിട്ട് നന്നായി അമ്മ അങ്ങനെ മഞ്ഞ മുട്ടയുടെ മഞ്ഞയൊക്കെ മാറ്റി വെച്ച് ചെയ്യണത്. കാരണം ഒരു മഞ്ഞയോട് കൂടി ഒരു കോമ്പിനേഷനാണ് നമ്മ. മഞ്ഞ ചുരിദാർ, അല്ല സോറി, മഞ്ഞ ഡ്രസ്സ്, മഞ്ഞ മുട്ടയുടെ മഞ്ഞ, അങ്ങനെ മൊത്തത്തിൽ മഞ്ഞയാണ്. ഏത് നമുക്ക് നിറം വ്യത്യാസം ഇല്ല. എന്തിനാ വെറുതെ മഞ്ഞയും പച്ചയും ചുവപ്പെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തല്ലുകൂടണ്ട. ഒരു കാരണം കിട്ടാൻ വേണ്ടി തല്ലുകൂടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ അമ്മ. എന്താണ് കിട്ടിയവൻ, എന്താണ് പറയുക, ഇവനെ അയൽ പിടിച്ച് തൂക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം വേറെ എപ്പോഴും എന്നെ കിട്ടില്ലല്ലോ. കിട്ടുന്ന സമയത്ത് അങ്ങനെ മുതലെടുക്കുകയാണ് അമ്മ. അല്ല, എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ അമ്മേനെ ശരിക്കും മുതലെടുത്തിട്ട് എന്നെ പകരം വീട്ടുകയാണോ എന്നൊരു സംശയം. അമ്മ ചില കാര്യങ്ങൾ പറയുമ്പോഴേ കുത്തി 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 പറയുന്ന പോലെ ഒരു തോന്നല്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഇങ്ങനെ, അല്ല ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും. അല്ല അങ്ങനെയല്ല ഒരു പ്രത്യേക തരം നോട്ടുണ്ട്, അതൊന്ന് നോക്കും. അത് നീ തന്നെയാടാ മോനെ എന്ന് സൂചിപ്പിക്കേണ്ട രീതിയിൽ. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ഇത്തിരി ഒരു മണ്ടന്റെ ഒക്കെ ഉദാഹരണം പറയുമ്പോ അമ്മ എൻ്റെ മുഖത്തൊരു ചിരിച്ചിട്ടൊരു നോട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇടയ്ക്കൊരു ഇങ്ങനൊക്കെ പറയില്ലേ, കഥയൊക്കെ പറയില്ലേ, അപ്പൊ എന്തെങ്കിലും ഈ പറയില്ലേ ഒരു മണ്ടനോ കപടനോ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അമ്മ എന്താണെന്നറിയില്ല, ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഒരു നോട്ടം. അതെനിക്ക് അങ്ങനെ തോന്നുകയാണോ? അതെന്തിനാ അങ്ങനെ തോന്നുന്നത്? അപ്പൊ എന്ത് പറഞ്ഞാലും നിന്നെയാണ് പറയുന്നല്ല സംശയം. സംശയം ഒരു മഹാരോഗമാണ് എന്ന് പറയുന്നത്. അല്ല, അത് ശരിക്കും മനസ്സിലാവണം മനുഷ്യൻ. എന്തിനറിയോ, ഈ സംശയം എന്ന് പറയണത് സംശയത്തിന് ഉപ്പിട്ട് കൊടുത്തു. അല്ല, ഈ സംശയം എന്ന് പറയണത് ചില സമയത്ത് നല്ലവരെ പൊട്ടയാക്കാനും പൊട്ടയവരെ നല്ലവരാക്കാനും രണ്ടിനും വരുന്നൊരു സംഭവമാണ് സംശയം. അതറിയില്ല അമ്മ. നമ്മളൊരു പൊട്ട മനുഷ്യനെ ഞാൻ പറയണം അമ്മ, അയാൾ നല്ലവനായിരിക്കും, എനിക്കൊരു സംശയമുണ്ട് എന്ന് വെച്ചാൽ അയാൾ നല്ലവനാവൻ അവനെ വഴി. കാരണം എന്താ, അയാൾ എവിടെയെങ്കിലും ഒരു മുക്കിൽ ജീവിതത്തിൽ ആകെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ നല്ല കാര്യം അമ്മേൻ്റെ അടുത്ത് എടുത്തു പറയണം ഞാൻ ഒരു സംശയം. അന്ന് അയാൾ ഇങ്ങനെ ചെയ്തില്ല അമ്മ, എൻ്റെ ഒരു സംശയം അയാൾ പൊട്ട മനുഷ്യനാവാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ ഉള്ളിൽ ആ സംശയം എന്താ ഒരു സംഭവമായിട്ട് മാറും. അങ്ങനെ അയാൾ നല്ല മനുഷ്യനാവും. അങ്ങനെ സംശയം ഒരു പൊട്ട മനുഷ്യനെ നന്നാക്കാനും പറ്റും. അതുപോലെ നല്ലൊരു വ്യക്തിനെ അയാളായിരിക്കും നമ്മളെപ്പറ്റി കുറ്റം പറയണത്, അയാളായിരിക്കും നമ്മളെപ്പറ്റി പരദൂഷണം പറയണത്, അയാളായിരിക്കും നമ്മുടെ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അയാളാണ് നമ്മുടെ ശത്രു എന്നുള്ളൊരു സംശയം. അങ്ങനെ ഒരു സംശയം നല്ലൊരു വ്യക്തിനെ പൊട്ടയാക്കിയിട്ട് മാറ്റും.
അപ്പം മനസ്സിലായില്ലേ? എല്ലാ വ്യക്തിയും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും. അതിക്രൂരനായ വ്യക്തിയും കൂടി ഒരു പ്രാവശ്യം നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ ജീവിതത്തിൽ. ജീവിതം ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ എല്ലാവരോടും എല്ലാ വ്യക്തികളോടും ക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തി അല്ല. ആഹാ, തമാശ അമ്മടെ. ഓ, അതെന്തോ പറയില്ലേ അമ്മ, അതുപോലെ ആയി. വെറുതെ അല്ലമ്മ, പഴയ കാരണം പറഞ്ഞു പഴഞ്ചൊന്ന് ഇന്ന് വരെ ഇങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചോദിക്ക്? ആരോടാണോ ചങ്ങാത്തം കൂടുന്നത് അവരുടെ സ്വഭാവം വരുന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി ചോദിച്ച് അങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടായിക്കൂടാന്ന് അമ്മ അത് പഠിച്ചു എൻ്റെ ഒപ്പം കൂടിയിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ അല്ലേ. ഇപ്പം മനസ്സിലായോ സംശയത്തിൻ്റെ ഒരു ഗുണം? ഇപ്പം സത്യസന്ധമായ ഒരു വ്യക്തി, ആ വ്യക്തിനെ സത്യസന്ധമായി അങ്ങോട്ട് സംശയിക്കുക. അപ്പം എന്താവും? അല്ലമ്മ, സംശയം തന്നെ പറയാം. അപ്പം നോക്കൂ, നല്ലൊരു വ്യക്തി വീട്ടിൽ നിന്ന് മക്കൾ നിൽക്കുകയാണ്. അയാൾ ചിലപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയായിരിക്കും. അപ്പം ചിലർ പറയും ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ, അത് മനസ്സിൻ്റെ സംശയം. പൊട്ടൊരു വ്യക്തി വന്നിട്ട് നിൽക്കുകയായിരിക്കും. അതുതാ ചിലപ്പോൾ 3-4 കുറിയൊക്കെ തേച്ചിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. ആ കുറി തേച്ച ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അയാളുടെ നല്ല വ്യക്തി എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് കുറി തേച്ചവരല്ല ഞാൻ പറയണത്. തൊപ്പിയിട്ട് വരുന്നവരും കുറിയിട്ട് വരുന്നവരും അത് ഇടാണ്ട് വരുന്നവരും അങ്ങനെയൊന്നല്ല ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. മനസ്സിലായില്ലേ? വേഷധാരികൾ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. അത് മനസ്സിലായാൽ നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണേ, നെറ്റിയിൽ കുറേ ഭസ്മം ചന്ദനക്കുരുവൊക്കെ ഉണ്ട്, നല്ല വ്യക്തിയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വേഷം ധരിച്ച് വന്നതായിരിക്കാം. ആ തലയിലൊരു തൊപ്പിയിട്ട് വന്നിട്ടുണ്ട്, അയാൾ നല്ല 5 നേരം നിസ്കരിക്കുന്ന സത്യസന്ധമായ വ്യക്തിയാണ്, അറിഞ്ഞില്ലെങ്കിലും കയറിയിരിക്കും എന്നൊക്കെ പറയാൻ തോന്നും. കാരണം അത് വേഷം മാത്രമാണെങ്കിലോ, ഉള്ളിൽ അതല്ലെങ്കിലോ. അപ്പോൾ അതൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്യണത് എന്താ അറിയോ? നമ്മുടെ മനസ്സിനുള്ളൊരു സംശയമാണ്. മനസ്സിലായില്ലേ? ഈ സംശയം നിസ്സാര കാര്യമൊന്നുമല്ല. സംശയം എത്ര കുടുംബത്തെ സംശയം എത്ര കുടുംബത്തെ ഇല്ലാണ്ടാക്കി എടുക്കണം. ഇതൊക്കെ സംശയം എന്ന് പറയുന്നത് നിസ്സാര കാര്യം. ഒരു സുനാമിന്റെ തുല്യാണമ്മ സംശയം. അതിലും വലുതാണ്. അതാണ് പറയണത്. അപ്പോൾ സംശയം എന്ന് പറയണത് നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടില്ല. എന്ത് സംശയം? നല്ലവനെ പൊട്ടയാക്കാനും പൊട്ടവനെ നല്ലതാക്കാനും ഒക്കെ സംശയം തന്നെയാണ് കാര്യം. ഈ ലോകത്ത് ഏറ്റവും സത്യസന്ധമായിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ 2 പേരിങ്ങനെ ഇരുന്ന് അയാളുടെ പോലും സംശയിച്ചിട്ട് ആൾ പോലും അറിയാതെ ആളൊരു പൊട്ട മനുഷ്യനായിട്ട് മാറും. അമ്മ 100 പേര് ഒരാളിനെ പൊട്ട പറഞ്ഞ എത്ര നല്ല മനുഷ്യനാണ്. ആൾക്ക് മാത്രമേ പറയാൻ പറ്റില്ല ഞാൻ നല്ല മനുഷ്യനാണെന്നുള്ളത്. ആള് ചുറ്റുവട്ടം മുഴുവൻ പൊട്ടയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നാട് പോയിട്ട് അന്വേഷിക്കുകയാണ്. ഇന്ന ആളിനെ അന്വേഷിച്ച് വന്നു, അയ്യോ അയാൾ മഹാദുഷ്ടനാണ്. ആണോ? ഇയാൾക്ക് തെറ്റുപറ്റി അടുത്ത ആളും പറയും അയാൾ മഹാദുഷ്ടനാണ്. അങ്ങനെ എന്താവും? ഈ വന്ന് ചോദിച്ച ആളല്ലേ, ആളും പറയും ഞാൻ അന്വേഷിച്ച് പോയ ആളൊരു മഹാദുഷ്ടനാണ്. അപ്പം ഇത് ക്രിയേഷനാണ്. മനസ്സിലായില്ലേ? ഈ സംശയം, ഈ പരദോഷണം, ഇതൊക്കെ നിസ്സാര സംഭവമല്ല. അത് വേരോടെ ഒരു നല്ല മരത്തിനെ പുഴക്കി കളയാന്ന് പറയും. അപ്പോൾ പാകത്തിലാവുമല്ലോ. ഇനി നമുക്ക് ഈ അരച്ച മുളകും മല്ലിയും മഞ്ഞളും കൂടി ഉള്ളതും അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഴം നൽകുന്ന ഒരു വൃക്ഷത്തെ ഒക്കെ വേരോടെ പുഴക്കിക്കളയാന്ന് പറയില്ലേ? അതിന് തുല്യമാണമ്മ ഈ വിഷമായ സംശയവും പരദോഷണവും. മനസ്സിലായില്ലേ? എത്ര കുടുംബം ഇല്ലാതായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണ്? സംശയം എന്നുള്ള വിഷമാണ്. മനസ്സിലായില്ലേ? അതിനത്ര നിസ്സാരമായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇത് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് എല്ലാൻ്റെ ഉള്ളിലും ഉള്ളൊരു വിഷത്തിൻ്റെ പേരാണ് സംശയം. മനസ്സിലായില്ലേ? ഇത് കുടിച്ചാൽ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കില്ല. മെല്ലെ ബന്ധങ്ങൾ മരിക്കും. അതാണ് സംശയം എന്ന് പറഞ്ഞ രോഗം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ സംശയത്തിൻ്റെ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ സംശയത്തിൻ്റെ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കഥ ഉണ്ടാവണമല്ലോ. അപ്പം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് എന്ന് വെച്ചാൽ മഞ്ഞ ഡ്രസ്സ് ഇട്ട മഞ്ഞക്കിളിയായ എൻ്റെ അമ്മക്കിളിയുടെ മൂളിപ്പാട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഥ ഉണ്ടാവുമല്ലോ. ഇല്ലേ? ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. പോട്ടെ, ചിരിച്ചല്ലോ, അത് മതി. ഇന്നലെ ആ പ്രസന്ന ചേച്ചി പറഞ്ഞ പോലെ ചിരിച്ചല്ലോ, അത് മതി. അതിലെനിക്ക് സന്തോഷം. മനസ്സിലായി? അല്ല, ചിരിക്കുന്നതൊരു ഗിഫ്റ്റാണ്. അമ്മ ചിരിക്കാൻ ഞാൻ കാരണമാകുമ്പോൾ ആ ഏറ്റവും വലിയ ഗിഫ്റ്റ് പ്രദർശനം ഞാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഥ പറയാം കേട്ടോ.
ആവശ്യത്തിനുള്ള വെള്ളം ഇത് വേവട്ടെ. കണ്ട വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ച വെള്ളം കേട്ടോ. വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മുത്തശ്ശി കഥയുടെ ആരംഭമാണ്. എന്തൊക്കെയാ പറയുന്നുണ്ട് ഭഗവാനേ. അതിലും അമ്മക്ക് തെറ്റുപറ്റി. എന്തൊക്കെയാ പറയുന്നത് ഭഗവാനെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അമ്മയ്ക്ക് മാത്രം പ്രത്യേകിച്ചൊരു ഭഗവാനൊന്നുമില്ല. എന്തൊക്കെയാ പറയുന്നു ഭഗവാനെ? അപ്പം ഞാൻ പറയാം, ഒരു ഗ്രാമം, അതായത് നല്ല മനുഷ്യർ, മുഗ്ധരായ മനുഷ്യർ, ഒരു അധികം എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള കുറെ മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം വേണമെങ്കിൽ അങ്ങനെ പറയാമല്ലോ. അങ്ങനെയല്ലേ? ഒരുപാട് കള്ളത്തരങ്ങളും അങ്ങനെയൊന്നും ആ നാട്ടിലേക്ക് അങ്ങനെ ഇല്ലാത്തൊരു നാട്, ഒരുപാട് കള്ളക്കപടങ്ങളൊന്നും ഇല്ലാത്തൊരു നാട്. അത് ചിലപ്പോ ഉഗാണ്ടയിൽ എവിടെയെങ്കിലും എല്ലാവരും കുറച്ച് മുഗ്ധരാണ് അവിടെ. മുഗ്ധരെന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതന്നെ കള്ളം കപടമൊന്നും അറിയാത്ത വ്യക്തികൾ. അത് ആമസോൺ കാടിൽ എവിടെയെങ്കിലും ആയിരിക്കും കേട്ടോ. ഗംഗാനദി തീരത്ത് അങ്ങനെ ഒരു സ്ഥലം അമ്മ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഏത് കഥയിൽ വായിച്ചാണ്. ഗംഗാനദി തീരത്തുള്ള ഒരു ഗ്രാമമാണ്. അങ്ങനെ ഒരു ഗ്രാമം? പവിത്രമായ നദിയല്ലേ ഗംഗാ തീരത്തുള്ള നദി പവിത്രാണ്, പക്ഷെ ഗ്രാമം അങ്ങനെ ഒരു ഗ്രാമം. അമ്പലം ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ഒരാൾ വന്നു. ഒരു ആള് സന്യാസി, അതായത് അയാൾ ശരിക്കുള്ള സന്യാസി അല്ല, ഒരു കപട സന്യാസി എന്ന് പറയാം. സ്വാഭാവികമായിട്ട് വരുമല്ലോ. ജീവിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ഈ ഗ്രാമം എനിക്ക് പറ്റിയതാണ്, ഇവിടുത്തെ ആൾക്കാരെ എനിക്ക് പറ്റിച്ച് മുതലെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ള തോന്നലിൽ അയാളവിടെ വന്നു. അയാളവിടെ വന്ന് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ, സന്യാസിയാണല്ലോ, അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ ഈ ഭക്തി ഇതൊക്കെ ഉള്ള ആൾക്കാരായത് കാരണം ഈ സന്യാസി വന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ആളെ കണ്ടു. ഓരോരോ സംസാരങ്ങളൊക്കെ, ആളുടെ സംസാര രീതിയിലൊക്കെ അവർ വീണു. അവസാനം എന്ത് ചെയ്യുക, അവരുടെ വീട്ടിൽ നല്ല കാര്യങ്ങൾ നിൽക്കുകയാണെങ്കിലോ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ ഒക്കെ ഇയാളോട് വന്ന് ചോദിക്കുക. അപ്പോൾ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ എന്താ പറഞ്ഞാൽ ഇയാൾക്കൊരു ഭാഗ്യമുണ്ട്. ഇയാൾ എന്താ പറയുന്നത് അതൊക്കെ ചില സമയങ്ങളിൽ അത് ശരിയാവാറുണ്ട്. നല്ല സമയം. അതെന്താ പറയില്ലേ, കാക്ക വന്നിരിക്കാനും കൊമ്പ് മുറിയാനും എന്നൊക്കെ എന്തോ പറയില്ല. അതുപോലെ അങ്ങനെ എല്ലാവരും എന്തു കാര്യത്തിനും, ഒരു കല്യാണമോ കാര്യമോ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക, എന്ത് കാര്യത്തിനും ഈ ആളുടെ അടുത്ത് വന്നിട്ട് അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ വരുമാനത്തിലെ ഒരു ഭാഗം ഇവരിവിടെ കൊണ്ടുവന്നു കൊടുക്കും. ഭയങ്കര മുഗ്ധരാണല്ലോ. അത്രയ്ക്ക് മുഗ്ധതയുണ്ട്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഇയാൾക്ക് നല്ല നിലയിലായി സുഖ സൗകര്യമായിട്ട് ജീവിക്കാനും ഇയാള് കുറെ പരിചാരകരും കുറെ ശിഷ്യന്മാരെ ഒക്കെ കൂട്ടി അത് കൂട്ടുമല്ലോ സ്വാഭാവികമായിട്ട്, പണിക്കാർ വേണമല്ലോ, ജീവിക്കാൻ നല്ല ചുറ്റുപാടും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അയാള് സന്തോഷവാനായി. എന്താ പറഞ്ഞാൽ ഇയാള് വേറെ ഒന്നും അറിയില്ല, ജീവിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തോ വേഷം കെട്ടിയതാണ്. പക്ഷെ അയാളുടെ നല്ല കാലം അയാളുടെ തലയിലെടുത്ത് നന്നായി, അയാളിങ്ങനെ നല്ല രീതിയിലായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഇയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇയാള് ഇങ്ങനെ എല്ലാ രീതിയിലും ഇയാൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുകയാണ് അയാളവിടെ. എല്ലാ ഇത്രയും മുഗ്ധമായ ജനങ്ങളുടെ ആർക്കും സുരക്ഷിതമായിട്ട് കൂടി അയാൾ ഇതിൽ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കുള്ളൊരു സന്യാസി വരെയും ഗംഗാനദി തീരത്ത് ഒരിക്കൽ വന്നിട്ട് ആ തീരത്തുള്ളൊരു ആൽമര ചുവട്ടിൽ ഇങ്ങനെ ധ്യാനത്തിലിരിക്കണം. ഇവിടെ സന്യാസി വന്നൊരു ആൽമര ഉണ്ടാവില്ല അവിടെ? ആൽമറില്ലാത്ത ഒരു സ്ഥലമല്ലേ അവിടെ സന്യാസി ഇരിക്കുള്ളൂ. കഥയാണ്. അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. നീ ഒന്ന് മിണ്ടാക്കി, നീ ഒരുപാട് ബുദ്ധി ഓടിക്കല്ലേ. അല്ല, ഞാൻ എല്ലാ കഥയിലും ആൽമരം അതിന്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ വന്നിരിക്കുള്ളൂ. സംഭവം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കഥകളിലൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഒരു ഗ്രാമം, ഒരു അമ്പലം, ഒരു ആൽമരം, അങ്ങനെയൊക്കെ ഉണ്ടാവും. സന്യാസി, ശിഷ്യന്മാര്, രാജാവ്, ഇതൊക്കെ തന്നെ കഥകൾ പണ്ടത്തെ. അപ്പൊ അങ്ങനെ വന്ന് ആളോടെ ധ്യാനത്തിലിരിക്കുകയാണ്. ആൾ ശരിക്കുള്ളൊരു ഭക്തനാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്നത് 2-3 ദിവസം ഇങ്ങനെ കണ്ടപ്പോ ആൾക്കാർക്ക് സന്യാസിയും കൂടി വന്നു. ചിലര് പോയി ആളെ തൊഴുതു. അപ്പൊ മുഗ്ധരാണല്ലോ, വീണ്ടും ഒരു സന്യാസിനെ സ്വീകരിക്കും. ആദ്യം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഒരു 4 ആള് കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഒരാളുടെ കയ്യിൽ ഒരു ഭക്ഷണം മേടിച്ച് ഒരു നേരം കഴിക്കുകയാണ്. പിന്നെ പറയും ഇന്ന് എനിക്ക് വേണ്ട, എങ്കിൽ നിങ്ങൾ നാളെ തന്നാൽ മതി, എനിക്ക് ഇത്രയും ഞാൻ എനിക്കുള്ളതായി ഇന്നത്തേക്കുള്ളതായി. നല്ല സന്യാസി. അപ്പൊ അതും കൂടി കണ്ടപ്പോ ഈ ആൾക്കാർക്ക് നല്ലൊരു സന്യാസിയാണ്.
പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാശോ അങ്ങനെയുള്ളതൊക്കെ സാധനം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളെനിക്ക് ഒരു ദിവസം ഒരാൾ ഭക്ഷണം തരുന്നുണ്ടല്ലോ ഒരു നേരം, അത് മതി, അതേ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണ്ടു. ഈ കാശും സമ്പത്തും ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ എനിക്ക് തരരുത് എന്ന്. അപ്പൊ ആൾക്കാർക്ക് ഇയാളോട് ഭയങ്കര ഒരു ഇയാള് ദൈവത്തിന്റെ ഒരു പ്രതിരൂപമാണോ അങ്ങനെ തോന്നി തുടങ്ങി. ഇത് ഇയാളുടെ ചെവിയിലെത്തി. ആര്? കപട സന്യാസിയുടെ ചെവിയിൽ. കപട സന്യാസിക്ക് എന്തായി? എന്റെ വരുമാനം കുറയും. വരുമാനം ഇയാള് കാരണം ഞാനാകെ കഷ്ടത്തിലാവൂ, ഇയാൾ എനിക്ക് ഒരു ഭാരയാവൂ എന്നുള്ള വിചാരത്തില് ഇയാളിനെ എങ്ങനെയെങ്കിലും ഓടിക്കണമെന്ന് വിചാരിച്ച് ഇയാളുടെ ഒരു ശിഷ്യഗണത്തിൽ ഒരാളെ വിളിച്ചിട്ട് പറയും, ഈ ആളെ നമുക്ക് എങ്ങനെയെങ്കിലും ഓടിക്കണം, അതിനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ സ്വാമി ഓടിക്കുക എന്ന് പറയും. അപ്പൊ പറയും, എന്തിനാ സ്വാമി അവരെ ഓടിക്കുന്നത് ചോദിക്കുക ആദ്യം. അപ്പൊ പറയും, നമ്മുടെ ഇതിനും അയാളെന്നാണ് ഒരു സന്യാസി മതി ഈ നാട്ടില്, അത് ഞാൻ മതി, ഇന്നൊരു ദിവ്യന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയും. ഒരു ദിവ്യനായ ഞാനിവിടെ മതി, അതുകൊണ്ടാണ് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ മനസ്സ് കെടുത്തി. എന്നിട്ട് ഇയാൾ പറഞ്ഞു കൊടുത്തു. അയാൾ എന്താ ദിവസം ചെയ്യുക? അവിടെ രാവിലെ നീട്ട് കുളിക്കും, അങ്ങനെ കുളിക്കും, ഗംഗാനദി തീരത്തല്ലേ, ഞാൻ കുളിച്ചിട്ട് അവിടെ വന്നിരിക്കും. അപ്പം ആരെങ്കിലും ഈ നാട്ടിലൊരു ഭക്ഷണം കൊണ്ടു കൊടുത്താൽ ഒരു നേരം കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ അവിടെ പോയിട്ട് അയാൾ കുളിച്ച് വരുമ്പോൾ അയാളുടെ മേലേക്ക് ചെളി വാരി എറിയാം, മണ്ണ് വാരി എറിയി. അപ്പം അയാൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ സ്വഭാവം കുറച്ച് വരും, നീ മണ്ണ് വാരി എറിയി. അങ്ങനെ അയാൾക്ക് ഉപദ്രവമാവണം, അതുവരെ നീ ചെയ്യണമെന്ന്. അപ്പം ഇയാൾ കുളിച്ചു വന്നു കഴിയുമ്പോൾ ഇയാൾ അവിടെ നിന്നിട്ട് കള്ളസന്യാസി എന്ന് പറഞ്ഞിട്ട് മണ്ണെറി. ഇയാളിനെ അങ്ങനെ നോക്കി പുഞ്ചിച്ചിട്ട് വീണ്ടും പോയിട്ട് ഗംഗാനദിയിൽ കുളിക്കും, വരും. ഇയാൾ വീണ്ടും മണ്ണെറി. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്താലും ഇയാൾക്ക് ദേഷ്യമേ വരുന്നില്ല. ഇയാൾ ഇങ്ങനെ ചിരിച്ചിട്ട് പോകും, ഗംഗാനദിയിൽ പോയി മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുളിക്കും, തിരിച്ചു വരും. അപ്പോൾ ഇവൻ പോയിട്ട് ആ കപട സന്യാസിയോട് പറഞ്ഞു, സ്വാമിജി ഞാൻ ഇങ്ങനെ പോയി ചെയ്തപ്പോൾ അയാൾക്ക് ദേഷ്യമേ വരുന്നില്ല, അയാൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നാളത്തെ ചാണകം വാരി എറിയും. അപ്പോൾ പിറ്റേ ദിവസം ഇയാൾ ചാണകം കൊണ്ട് ഇതേപോലെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഇയാൾക്ക് ദേഷ്യമൊന്നുമില്ല. അപ്പോൾ ഈ എറിയുന്ന ആൾക്ക് തന്നെ ഒരു മനസ്താപം തോന്നി, പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ലേ, ഇയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് പോവല്ലേ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്താപം തുടങ്ങി. എന്നിട്ട് അയാൾ കുളി കഴിഞ്ഞ് ഇയാൾ വന്നിരുന്നപ്പോൾ പറഞ്ഞു, സ്വാമി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണ്, എന്നിട്ട് നിങ്ങൾക്ക് എന്താ എന്നോട് ദേഷ്യം വരാൻ വരുന്നത്, നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വാമിജി പറയുകയാണെങ്കിൽ, എന്തിനാണ് നിന്നോട് എനിക്ക് ദേഷ്യം, നീ ചെയ്തതൊരു നല്ല കാര്യമല്ലേ. ഞാൻ ഈ മണ്ണ് വാരി എറിഞ്ഞതും ചാണകം എറിഞ്ഞതും ഒക്കെ നല്ല കാര്യം, എന്താ സ്വാമി ഈ പറയുന്നത് പറയും. അതെ, ഞാൻ എല്ലാ ദിവസവും 3 നേരം കുളിക്കും ഗംഗാനദിയിൽ കുളിക്കുന്ന അത്രയും നമ്മുടെ പാവം തീരും, നമുക്ക് നല്ലതാണെന്നാണല്ലോ പറയുക, പവിത്ര നദിയല്ലേ. പക്ഷെ നീ എനിക്ക് മണ്ണ് വാരിങ്ങൾ എറിഞ്ഞപ്പോൾ ഞാൻ പല പ്രാവശ്യം പോയി കുളിച്ചു ഇതൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ നീ എനിക്ക് നല്ല തന്നെ ചെയ്തു, അത്രയും പുണ്യം എനിക്ക് നേടിത്തരികയല്ലേ നീ ചെയ്തത്. ആ തിന്മയിലും ആ സ്വാമി നന്മ കണ്ടു. അതാണ് ദൈവതുല്യരായ മനുഷ്യർ. ആ തിന്മയിൽ നന്മ കണ്ടു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇതാവും. അപ്പോൾ ഇയാള് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, പക്ഷെ എൻ്റെ സ്വാമിജിയാണ് എൻ്റെ സ്വാമിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നത്, അയാളൊരു വലിയ ദിവ്യനായിട്ട് എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, നിൻ്റെ അനുഭവം കൊണ്ട് നിനക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഈ രൂപമല്ലേ, ഇയാളുടെ ഒരു ശക്തി കൊണ്ട് ഇയാളുടെ രൂപം ഒന്ന് മാറ്റിയിട്ട് തീരെ ശക്തിയില്ലാത്തൊരു മനുഷ്യൻ ഇഴഞ്ഞ് ഇങ്ങനെ ഒരു നിൽക്കാനും കൂടി ശക്തിയില്ലാണ്ട് ഇങ്ങനെ ഇല്ലേ, അങ്ങനെ ഒരു മനുഷ്യന് ഒരു പേക്കോലം പോലെയൊക്കെ ആക്കി മാറ്റി മുഷിഞ്ഞ ഒരു വസ്ത്രങ്ങൾ നീ നിൻ്റെ സ്വാമിയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇയാളെ കണ്ട് തിരിച്ചറിയുന്നില്ല, ഉള്ളിലേക്ക് ആരും കടത്തി വിടുന്നില്ല. അപ്പോൾ ഇയാൾ കുറേ നേരം നിന്നിട്ട് എങ്ങനെയൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇയാളിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ അങ്ങനെ പോവുകയല്ലേ. അതുകൊണ്ടിട്ട് ആൾക്കാരൊക്കെ അയ്യേ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുക. അങ്ങനെ പോയിട്ട് ഇയാൾ ചിരിക്കുമ്പോഴൊക്കെ ഇയാൾ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവസാനം പോയിട്ട് ഈ സ്വാമിയുടെ ഇതിൻ്റെ മുമ്പിൽ പോയിട്ട് ഇയാൾ തടഞ്ഞു വീണു, കള്ളസ്വാമിയുടെ. അപ്പം കൂടി ഉറക്കെ ചിരിക്കുകയാണ്. ആര്? ഈ ആൾക്കാരും ചിരിക്കുന്നുണ്ട്, ഈ സ്വാമിയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കി, സ്വാമിയും ചിരിക്കണു, ആൾക്കാരും ചിരിക്കണു. അങ്ങനെ ഇയാള് ഒന്ന് ഇവനെ പിടിച്ച് പുറത്താക്കുന്നൊക്കെ പറഞ്ഞു. സ്വാമി ഏതാണ്, എവിടെ നിന്ന് വന്നതാണ് ഇവൻ, തല ശരിയില്ലാത്തവന്നൊക്കെ പറഞ്ഞ് പുറത്താക്കി. ഇയാൾ അങ്ങനെ നേരെ ഇവിടേക്ക് വന്നിട്ട് വന്നു, എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു.
ഇങ്ങനെയുണ്ട്. ആരൊക്കെ ചെസ് ചോദിച്ചു. അവിടെയുള്ള എല്ലാ കൂടി നിന്നവരൊക്കെ ഒരുപാട് ആൾക്കാർ ഈ സ്വാമീജിയിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾക്ക് അറിവ് നേടാനൊക്കെ വന്നവരാണ്. അവരൊക്കെ ചിരിച്ചു. നിന്റെ സ്വാമിയോ ഒക്കെ ചിരിച്ചു എന്ന് പറയും. അവര് മറ്റുള്ളവർ ചിരിച്ചെന്ന് നീ കാര്യമാക്കണ്ട. കാരണം അവർക്ക് അറിവില്ല. അവർ നിന്റെ സ്വാമിയുടെ അടുത്ത് അറിവ് നേടാൻ വന്നവരാണ്. പക്ഷെ അവര് ചിരിച്ചോട്ടെ. പക്ഷെ നിന്റെ സ്വാമി എങ്ങനെ ചിരിച്ചു? അയാൾ ദിവ്യനല്ലേ, ദൈവതുല്യനായ ഒരു മനുഷ്യനല്ലേ. അയാൾ ഈ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ചിരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചിരിക്കാൻ മനസ്സ് വരും. അപ്പം അയാൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കും. ദിവ്യനാണോ, നിനക്ക് എന്ത് തോന്നുന്നു? മറ്റുള്ളവന്റെ വീഴ്ചയിൽ കണ്ട് ചിരിക്കുന്നവൻ, അതുപോലെ വസ്ത്രം കണ്ട് അവനെ വില വെക്കുന്നവൻ എങ്ങനെയാണ് ദിവ്യത്വമുള്ളവനായി മാറുക എന്നൊരിക്കലും ചോദിച്ചത്. അപ്പൊ അത് ശരിയാണല്ലോ എന്ന് മനസ്സിലായി. അപ്പോൾ തിരിച്ച് ഇയാൾ ചോദിക്കുകയാണ്, സ്വാമി നിങ്ങൾ ആരാണ്, നിങ്ങളുടെ അല്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കില്ല, പക്ഷെ നിങ്ങളുടെ പേരൊന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. എന്നെ പല പേരുകളാൽ വിളിച്ചു. ചിലരെന്നെ മാധവനെന്ന് വിളിച്ചു, ചിലരെന്നെ സേവ്യർ എന്ന് വിളിച്ചു, ചിലരെന്നെ മുഹമ്മദ് എന്ന് വിളിച്ചു. പലരും പല നാമത്തിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാനൊരു സഞ്ചാരിയാണ്. ഞാൻ നിങ്ങളെല്ലാവരും ദൈവത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ സുന്ദര സൃഷ്ടിയായ മനുഷ്യനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് എൻ്റെ യാത്ര. അതിനു വേണ്ടിയുള്ള യാത്രയിലാണ് ഞാൻ. അപ്പോൾ മനുഷ്യനെയാണ് ഇവിടെ കാണാൻ പറ്റാത്തത്, ദൈവത്തെ. മനുഷ്യൻ ആ രൂപത്തില് ദൈവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മനുഷ്യനെ കാണാനില്ല. അപ്പോൾ എല്ലാ മനുഷ്യനും ഞാൻ പ്രശസ്തനാവണം, ഞാൻ നേടിക്കഴിഞ്ഞു, ഞാൻ ദൈവമാണ്, ദൈവതുല്യനായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ ഇറങ്ങി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു മനുഷ്യനെ കിട്ടുമെന്ന് അല്ലേ. യഥാർത്ഥത്തിൽ മനുഷ്യനായ മതി, അത് തന്നെ ദൈവത്തിന് തുല്യമാണ് അല്ലേ. അതാണ് ചിലരെന്നെ മാധവനെന്നും ചിലരെന്നെ മുഹമ്മദ് എന്നും വിളിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും അതാണ്. പല നാമങ്ങളിലും ഞാൻ അറിയപ്പെടും, എനിക്കായി സ്വന്തമായൊരു നാമമില്ല, എനിക്ക് നാമം വെച്ചവരാരാന്ന് പോലും എനിക്കറിയില്ല. ആരൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് എനിക്ക് നാമങ്ങൾ വെച്ചു, അവർ കൽപ്പിക്കുന്ന രൂപമാണ് എൻ്റെ രൂപം എന്ന് പറഞ്ഞ സർവശക്തനായ ഈശ്വരനാണ് ആ ആൽച്ചോട്ടിൽ വന്നിരുന്നത് അല്ലേ. ആ ഗംഗാനദി തീരത്ത് വന്നിരുന്നത് ഈ കപടങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റാത്ത സാക്ഷാൽ ഈശ്വര രൂപമാണ്. ആ ഈശ്വര രൂപത്തിനെയാണ് സാധാരണ മനുഷ്യൻ പോയിട്ട് ആദ്യം മണ്ണും കൊണ്ടും പിന്നെ ചാണകം കൊണ്ടും എറിഞ്ഞത്. അവൻ തന്നെയാണ് സേവ്യരും, അവൻ തന്നെയാണ് മുഹമ്മദും, അവൻ തന്നെയാണ് മാധവനും അല്ലേ. അതല്ലേ ഈ കഥയുടെ പൊരുൾ എന്ന് വെച്ചാൽ. ഈ കഥയുടെ പൊരുളുകൾ ഇതിൻ്റെ ഒരു ട്രൂത്തിൻ്റെ ഇടയിലൊരു സത്യമുണ്ട്. ഈ കഥ പറഞ്ഞ നമ്മുടെ ആ കഥ പറഞ്ഞ രീതിയിലൊരു സത്യമുണ്ട്. എന്താ അറിയോ, പുരാണങ്ങളിൽ ഒരു കഥാ ഇതും കൊണ്ട് എനിക്ക് മനസ്സിലായത്, പുരാണങ്ങളിൽ പണ്ട് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. എന്നാണോ സമൂഹത്തിൽ അധികമായി മുളച്ചോടെ ദൈവങ്ങൾ പൊങ്ങണത് എന്ന് വെച്ചാൽ ഞാൻ ദൈവമാണ്, ദൈവത്തിൻ്റെ ആ അംശമാണ് പറഞ്ഞ ലോകം മുഴുവൻ ദൈവമായിട്ട് നിറയുമ്പോൾ ഒരു ദിവസം ദൈവം തന്നെ വന്ന് നിന്നാൽ ദൈവത്തിനെ തിരിച്ചറിയാനുള്ള മനോഭാവം മനുഷ്യനുണ്ടാവില്ല. കപടന്മാരെ കണ്ട് എല്ലാം കള്ളന്മാരാണെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവ അവതാരം എന്ന് പറയുന്നത്. അതുപോലൊരു അവതാരം വന്നു പോയി. അത് ചെറിയൊരു ഉദാഹരണത്തോടു കൂടി ആ മനുഷ്യന്, ആ ശിഷ്യഗണത്തിൽപ്പെട്ട ആ മനുഷ്യനൊന്ന് കാണിച്ചു കൊടുത്തു. നിന്റെ ഗുരുനാഥെന്ന് നീ വിശ്വസിച്ച് ദൈവമാണെന്ന് നീ പറയുന്ന വ്യക്തി ആണോ ദൈവമെന്ന് നീ തന്നെ മനസ്സിലാക്കിക്കൂടുന്നു. ഒന്നും ഉപദേശിച്ച് കാണിച്ചു കൊടുത്തില്ല, തൻ്റെ മായാവിദ്യക്കൂടെ ഒന്നും കാണിച്ചു കൊടുത്തില്ല. റിയാലിറ്റി എന്താണെന്ന് നീ കണ്ടറിയൂ. നീ നീ വേറൊരു മാറുവേഷത്ത് നിന്റെ തന്നെ സ്വാമിജി നിന്നെ തന്നെ വഴിതടയും, നിന്നെ തന്നെ പരിഹസിക്കും എന്നാ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുടെ ദുഃഖത്തിനെ കണ്ട് പരിഹാസം ചെയ്യുന്ന ഒരു വ്യക്തി, ചിരിക്കുന്ന ഒരു വ്യക്തി, കളിയാക്കി ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരിക്കലും ദൈവാംശം ഉണ്ടാവില്ല. ഗരം മസാല ഇട്ടു, കുരുമുളക് ഇട്ടു, 1/2 സ്പൂൺ കുരുമുളക്, ഗരം മസാല ഇട്ടു. ഇതുണ്ട് ഈ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ മല്ലിയും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലും കൂടി വെതറി കൊടുത്താൽ കറിയായി. കളർഫുൾ അല്ലേ? അടിപൊളി. 5 മിനിറ്റ്. എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, അതുപോലെ ഈ ലോക സമ്പത്തുകളിനോട് നമുക്കൊരു അമിതമായ മോഹമുണ്ടാവുക, ഇതൊന്നും സന്യാസ രൂപമല്ല, ഭക്തരൂപമല്ല. ദൈവത്തിന് പ്രിയപ്പെട്ട ഏതൊരു ഭക്തനാണെങ്കിലും ദൈവത്തിന് പ്രിയപ്പെട്ട ഭക്തൻ എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്തരും ഒരുവിധം സന്യാസിക്ക് തുല്യമാണത്. ഗൃഹസ്ഥരായിരിക്കുന്ന വ്യക്തികളായാലും അമിതമായ ഭക്തിയുള്ളവൻ
ഇപ്പം കണ്ടിട്ടില്ലേ ചില പള്ളിയിലച്ഛന്മാരൊക്കെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ദൗത്യം പള്ളിയിലച്ഛനാണെന്ന് പറയും പോലെ തന്നെ നല്ല ഭക്തി നിറഞ്ഞ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ യഥാർത്ഥത്തിൽ ഒരു സന്യാസിക്ക് തുല്യമാണ്. ഒരു കുടുംബം നയിക്കേണ്ടത് ഒരു സന്യാസി ആവാൻ പാടില്ല എന്നില്ല. കാരണം രാമായണം പുനർരചിച്ച കാളിദാസൻ വിവാഹം കഴിച്ചിട്ട് അർത്ഥം അല്ലേ? അപ്പോൾ ഇനി ഈ മുട്ടയുടെ മഞ്ഞ കണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ കിടക്കും. മറ്റത് നമ്മൾ ഈ പച്ചക്കറിയിൽ ഇടുമ്പോൾ അത് ഉടഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ജീവിതം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതൊരു സത്യമാണ് നമുക്ക് മനസ്സിലാവേണ്ടത്? നിസ്വാർത്ഥമായ ഒരു മനസ്സെവിടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നമ്മൾ എവിടെ ത്യജിക്കുന്നു അവിടെ ഈശ്വരനുണ്ട്. അതിന് ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൊരു ഗതിയിലേക്ക് നമ്മളിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈശ്വരൻ എന്ന സഞ്ചാരി ഇന്നും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യനെ കാണാൻ വേണ്ടി. ആളൊരു സൃഷ്ടിയാണ് ഈ സുന്ദര സൃഷ്ടി മനുഷ്യൻ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ സൃഷ്ടി മനുഷ്യനാണ്. പക്ഷേ ഈശ്വരന് തന്നെ ഇപ്പൊ ആ മനുഷ്യനെ തിരഞ്ഞേണ്ട അവസ്ഥയാണ്. എവിടെയാണ് ഞാൻ സൃഷ്ടിച്ച സുന്ദരമായ മനുഷ്യൻ അല്ലേ? കാരണം ലോകം മുഴുവനും വേറൊരു മായാലോകത്തിലാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച സത്യം അല്ലേ? ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ കറി കണ്ടോ? ഇതാണ് ഇന്നത്തെ കറി കണ്ടോ? ഇത് നിങ്ങളിനിപ്പോൾ വേറെ ഏത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് ഈ ചുരങ്ങി പിന്നെ ഉരുളങ്കിഴങ്ങാണ്. അതുകൊണ്ട് ഞാൻ അതിട്ട് വെച്ചു. കൈപ്പയ്ക്കൊന്നും ഇടരുത്, അതല്ലാത്ത. അപ്പോൾ ഇതാണ്ടല്ലേ, ഇതാണ് കറി. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം ഇത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വെച്ച് കാണിച്ചിട്ടില്ല. അപ്പം മുട്ട മാത്രമല്ല അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടി ഇട്ടാൽ എല്ലാവരും കഴിക്കും. അപ്പം അങ്ങനെ കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വരണോ? ഞാൻ ഇതും കൂട്ടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാനൊന്ന് എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കും. എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ അതും കൂട്ടി നിങ്ങൾക്ക് ഞാൻ ചോറ് തരും. ഞാൻ ദിവസം വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചില്ല എന്ന് പറയുന്നത്. ബാ